നമ്മുടെ സ്വന്തം ബിജുക്കുട്ടൻ വാഴ 2 നമ്മളെ ഏറ്റവും കൂടുതൽ കണ്ണു നനയിച്ച മുതൽ പണ്ട് മുതലേ എൻ്റെയും ഫേവറേറ്റ് ആക്ടറാണ് പുള്ളി. 2005 കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹിറ്റ് കോമഡി പ്രോഗ്രാം ആയിരുന്നു 5 സ്റ്റാർ തട്ടുകട. അതിലാണ് ബിജുക്കുട്ടൻ എന്ന ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടത്. ആ പ്രോഗ്രാമിൽ കൂടി തന്നെ വെറും ഒരു കൊല്ലം കൊണ്ട് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയ മുതലാണ് ബിജുക്കുട്ടൻ. അന്നത്തെ ബിജുക്കുട്ടന് ജനങ്ങളുടെ ഇടയിൽ ഈ പ്രോഗ്രാം ത്രൂ ഉണ്ടായ സ്വീകാര്യത എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിൽ പുള്ളി വന്നപ്പോൾ ചെയ്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും പടങ്ങൾ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ വന്ന പടങ്ങളായ പൂത്തൻ വാവയിലും ചോട്ടാ മുംബൈയിലും തുടക്കം മുതൽ ഒടുക്കം വരെ ബിഗ് ഗൺസിന്റെ കൂടെ നിൽക്കുന്ന റോളുകളായിരുന്നു ആ രണ്ട് പടങ്ങളിലും പുള്ളി ചെയ്തത്. ഇപ്പൊ മനസ്സിലായില്ലേ റേഞ്ച് എന്തായിരുന്നു എന്ന്? ചോട്ടാ മുംബൈയിലെ ബിജുക്കുട്ടൻ ഏതാ ലെവലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പൂത്തൻ വാവ പിൽക്കാലത്ത് അത്ര ശ്രദ്ധിക്കാതെ പോയ പടമായിരുന്നതുകൊണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ചോട്ടാ മുംബൈ ലെവലിൽ തന്നെ അദ്ദേഹം പൂത്തൻ വാവയിലും സ്കോർ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത്. സുരാജിന്റെയും സലീം കുമാറിന്റെയും പീക്ക് ടൈം ആയിരുന്നുവെങ്കിലും പിന്നീടുള്ള 2-3 വർഷം 2020 ഉൾപ്പെടെ ആ കാലത്തെ പേരുകേട്ട് നിന്ന പടങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇദ്ദേഹം. അതിനുശേഷവും ബ്രേക്ക് ഇല്ലാതെ സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും മലയാള സിനിമയുടെ ഒരു സ്റ്റൈലൊക്കെ മാറി വന്നിരുന്ന ടൈം ആയിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല വേഷങ്ങളുള്ള നല്ല സിനിമകളൊന്നും ആയിരുന്നില്ല അതൊന്നും. അങ്ങനെ ഇരിക്കെ 2015 to 2017 വീണ്ടും ഇദ്ദേഹത്തെ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച റോളുകളൊക്കെ ചെയ്ത് കുറച്ച് പടങ്ങൾ വന്നു. ആട്, കുഞ്ഞിരാമായണം, ആൻമരിയ കലിപ്പിലാണ്, ഗോദ, ആട് 2, പിന്നെ നമ്മുടെ ചോട്ടാ മുംബൈയിലെ സുശീലന് വെല്ലുവിളിയായി ശാന്തപ്പൻ അവതരിച്ച അടിക്കപ്പ്യാരെ കൂട്ടമണി. ചിലർക്ക് സുശീലനായിരിക്കും, പക്ഷെ എന്റെ ഫേവറേറ്റ് ശാന്തപ്പനാണ്. അതിനുശേഷം വന്ന ഒരു ക്രിസ്മസും ശാന്തപ്പന്റെ ക്രിസ്മസ് പാട്ട് കേൾക്കാതെ ആരും കടന്നുപോയിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ ഇതിനൊക്കെ ശേഷവും പുള്ളിയെ അവിടെ എവിടെയായിട്ട് കണ്ടിരുന്നുവെങ്കിലും വേണ്ട രീതിയിലൊന്ന് കണ്ടത് വാഴ 2-ലാണ്. ആട് 3-ലും കണ്ടിരുന്നുവെങ്കിലും വാഴ 2 ആണ് പുള്ളി ഞെളിഞ്ഞു നിന്ന് നമ്മളൊന്ന് കണ്ടത്. അടിപൊളി ഒരു ക്യാരക്ടറും അതിനൊത്തൊരു അഭിനയം അതായിരുന്നു വാഴ 2-ൽ. ഇദ്ദേഹം എന്നല്ല ഒരു നടന്മാരും ഒരു ടൈപ്പ് റോള് മാത്രം ചെയ്ത് ഒതുങ്ങാതെ ഇതുപോലുള്ള വ്യത്യസ്തമായ റോളുകൾ ചെയ്ത് നിൽക്കണമെന്നാണ് എനിക്ക് ആ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയത്. എനിക്ക് കണ്ടിരിക്കുന്ന നമുക്കും തൃപ്തി, അവരുടെ കരിയറും സെറ്റ്. എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം? പിന്നെ സുശീലനാണോ ശാന്തപ്പനാണോ ഫേവറേറ്റ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ.